സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കാന്ന് പറയുമ്പോൾ അത് വർഷാവർഷം ആ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? രജിസ്റ്റർ ഓഫീസിൽ മറ്റൊരു സംഘടന, ജനങ്ങളുടെ മുമ്പിൽ വേറൊരു സംഘടന. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരെന്താണ്? ഇത് മുനാഫിക്കീങ്ങളുടെ ലക്ഷണമല്ലേ? കപട വിശ്വാസികളുടെ അടയാളമല്ലേ? 100ാം വാർഷികത്തിന്റെ അവകാശി ആര് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വിഷയാവതരണത്തിൽ പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല. കാരണം ഇവിടെ മുതവാത്തിറായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും, ഏത് അന്യമതസ്ഥനും, ഏത് നിയമപാലകർക്കും, ഏത് നിയമവിശാരദന്മാർക്കും, രാഷ്ട്രീയക്കാർക്കും, പൊതുജനങ്ങൾക്കും, ബഹുസമൂഹത്തിന് എല്ലാവർക്കും ഒരുപോലെ അറിയാം ഏതാണ് ഇതിന്റെ മറുപടി എന്നുള്ളത്. അതിലൊരു വിഷയാവതരണത്തിന്റെ ആവശ്യമില്ല. അത് കൃത്യമാണ്. അതിവിടെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അവരുടെ മരണം വരെ നിലനിർത്തിപ്പോന്ന സമസ്ത, അതിനുശേഷം ചെറുശ്ശേരി ഉസ്താദും പിന്നീട് ആലിക്കുട്ടി ഉസ്താദും മുഖ്യ കാര്യദർശികളായിട്ട് കൈമാറിപ്പോന്ന ഈ സമസ്ത, അത് തന്നെയാണ് അതിൻ്റെ അവകാശികൾ എന്നുള്ളതിൽ ആർക്കാ തർക്കമുള്ളത്? ആർക്കാണ് ഇതിൽ സംശയമുള്ളത്? സംശയമില്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് ആ അവകാശവാദവുമായിട്ടൊന്നും 100ാം വാർഷികം ആഘോഷിക്കാൻ, പ്രഖ്യാപിക്കാൻ ഇവിടെ സമസ്തയിൽ നിന്ന് പുറത്തുപോയി, അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അങ്ങനെ പൈമലാണ്. ഇത് ലാസിമാണോ മുതഅദ്ദിയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ തർക്കിക്കുന്നത്. 89 ഞങ്ങൾ പുറത്ത് പോന്നതാടാ എന്ന് പറയും ചിലർക്ക്. എന്നിട്ട് പറയും അവർ പിന്നീട് 2023 അല്ലെങ്കിൽ 24 23 ലാസ്റ്റായിരിക്കും ഈ പുറത്ത് പോന്നടാ എന്ന് പറഞ്ഞ ആ ആരെക്കുറിച്ചാണോ പറഞ്ഞത് എങ്കിൽ ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് 40ഓളം കൊല്ലം, 4 പതിറ്റാണ്ടോളം കാലം 1957 മുതൽക്ക് 1957 മുതൽക്ക് 1996 വരേക്കുമുള്ള 40 വർഷത്തോളം, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100 കൊല്ലത്തിൽ അതിന്റെ പകുതിയോളം ഇതിന്റെ സാരഥ്യം വഹിച്ച ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ അവിടുത്തെ പവിത്രമായ ഖബറിന്റെ അരികിൽ പോയി ഭവ്യതയോടുകൂടി സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ആർക്കാണ് പഴച്ചു എന്നുള്ളതാണ്. കാരണം ഇവിടെ ശംസുൽ ഉലമക്ക് പഴച്ചു. ശംസുൽ ഉലമ പണ്ട് ഒരു 1970കളിലാണെന്നാണ് മനസ്സിലാവുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒരു ഫത്വ കൊടുത്തപ്പോൾ, ത്വലാഖുമായി ബന്ധപ്പെട്ടൊരു ഫത്വ കൊടുത്തപ്പോൾ ആ ശംസുൽ ഉലമയെതിരിൽ കത്ത് കൊടുത്ത ആളുകളാണ് ഇവർ. ശംസുൽ ഉലമയെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഹറാമിനെ ഹലാലാക്കുകയും ഹലാലിനെ ഹറാമാക്കുകയും ചെയ്യുന്ന സെക്രട്ടറി എന്ന് അന്നേ ശംസുൽ ഉലമക്കെതിരിൽ വിഷവിത്തുമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആളുകൾ, ആ ആളുകൾ പിന്നീട് അവസരം കിട്ടിയപ്പോഴാണ് പിളർന്നു പോയതാണ്. അപ്പോൾ അവർ 2023 ലാസ്റ്റിൽ അവർ വരക്കൽ മഖാമിൽ വന്നുകൊണ്ട് സിയാർത്ത് ചെയ്യുകയാണ്. ആരുടെ സിയാർത്ത്? ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അവരുടെ സിയാർത്ത് ചെയ്യാം. അപ്പോൾ സിയാർത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സിയാർത്ത് ചെയ്യപ്പെടേണ്ട ആളാണെന്നല്ലേ? നോക്കൂ നിങ്ങൾ, ഈ പുസ്തകം ഏതാണെന്നറിയോ? ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ത്വലാഖ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ പുസ്തകം പണ്ട് വളപുരം ത്വലാഖ് വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് എഴുതി വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ശംസുൽ ഉലമയെ പറ്റി എഴുതാം. സമസ്തയുടെ ഇതിലെഴുതാണ്, വളപുരം സംഭവത്തിൽ മുസ്തഫ എന്ന വ്യക്തി തൻ്റെ ഭാര്യയുടെ ഉമ്മയോട് എൻ്റെ മകളുടെ 3 ത്വലാഖും ചൊല്ലി എന്ന വാചകം കൊണ്ട് ത്വലാഖ് സംഭവിച്ചിട്ടില്ലെന്നും അത് ലഗ്വ് അഥവാ നിഷ്ഫലം മാത്രമാണെന്നും വാദിക്കുന്ന ചെറുശ്ശേരി ഉസ്താദ് അവസാനമായി തെളിവാക്കുന്നത് മാരായം കുന്ന് നിവാസിയായ കരിമ്പനക്കൽ മമ്മി എന്നൊരാൾ തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയത് സംബന്ധിച്ച് 6/7/91 ഇ കെ അബൂബക്കർ മുസ്ലിയാർ നൽകിയ ഒരു ഫത്വയാണ് തെളിവാക്കുന്നത്. ചെറുശ്ശേരി ഉസ്താദ്
എന്നിട്ട് അതിൻ്റെ സംക്ഷിപ്തം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിൽ അത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാം. മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ശംസുൽ ഉലമയെ സംബന്ധിച്ച് എന്താണ് ഇവർ അന്ന് 89-ൻ്റെ പശ്ചാത്തലത്തിൽ ആക്ഷേപിച്ചത്? ഞാനൊക്കെ അന്ന് ചെറുതാണ്. അപ്പോൾ നമ്മളൊക്കെ അന്ന് ചെറിയ LP സ്കൂളിലോ അല്ലെങ്കിൽ UP സ്കൂളിൻ്റെ തുടക്കത്തിലൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അന്നിങ്ങനെ APEK 2 എന്നുള്ളത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്കൊക്കെ ചെറിയ അന്നൊന്നും പത്രങ്ങൾ വായിക്കുക, മറ്റേ മൊബൈലുകളിൽ വാർത്ത വരിക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ അങ്ങാടിയിൽ പത്രം വായിച്ച് വീട്ടിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരം മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ ചെറിയ കുട്ടികളാണ്. അപ്പം എന്താണ് സംഭവം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഞാനൊക്കെ ജിജ്ഞാസയോടുകൂടി മുതിർന്ന ആളുകളോട്, അത് SSFൻ്റെ ആൾക്കാർ, അവരോട് നമ്മൾ ചോദിച്ചു. അപ്പം അന്ന് അതിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞ മറുപടി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. EK വഹാബിയായി എന്നാണ്. EK വഹാബിയായി. ആ വഹാബിയുടെ ഖബർ സിയാറത്തിനാണ് പിന്നെ പോകേണ്ടത്. അഊദുബില്ലാ. അപ്പം ഇത് നോക്കൂ നിങ്ങൾ. സമസ്തയുടെ ചില അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ അതിൻ്റേതായ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് റൂട്ട് മാറി സഞ്ചരിച്ചപ്പോഴാണ് സമസ്തയിൽ പിളർപ്പുണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അഥവാ EK വഹാബിയായതാണ് പ്രശ്നം. ഈ പിളർപ്പിന് ശേഷമാണ് പ്രസ്തുത ഫത്വ എന്ന് പറയേണ്ടതില്ല. കേവലം 7 വർഷം മുമ്പ് മാത്രമുള്ള ഈ ഫത്വ പ്രസ്തുത അംഗങ്ങൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നു എന്നതിന് വ്യക്തമായ മറ്റൊരു രേഖ കൂടിയാണ്. ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് മുമ്പിൽ അതിനൊരു പുൽക്കൊടിയുടെ സ്ഥാനം പോലുമില്ല. ശംസുൽ ഉലമയുടെ ഫത്വനെ പറ്റി പറയാം. അപ്പോൾ ഇങ്ങനെ റൂട്ട് മാറി, സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ റൂട്ട് മാറി വഹാബിയായി എന്ന് തന്നെ പറഞ്ഞ ആൾക്കാർ അക്കൂട്ടത്ത് അന്നത്തെ കാലത്ത് പറഞ്ഞ് നടക്കുന്നത് നമ്മൾ കേട്ടതാണ്. നമ്മളന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ബുലൂഗാവിന് മുമ്പ് കേട്ട കാര്യങ്ങൾ പിന്നെ ബുലൂഗ് ആയതിനു ശേഷം പറഞ്ഞാൽ അത് റിവായത്തിന് പറ്റൂലേ? അതൊക്കെ നമ്മൾ നുഹബിയിലൊക്കെ ഓതുന്ന വിഷയങ്ങളാണ്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് കേട്ട കാര്യങ്ങൾ പിന്നെ പ്രായപൂർത്തിയായതിനു ശേഷം റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ടിൻ്റെ വിധി എന്ത്? അത് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന വിഷയമാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെ റൂട്ട് മാറി സഞ്ചരിച്ച ആൾ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിമാറിപ്പോയ ആൾ, അവരുടെ ഖബർ സിയാറത്തും നല്ലോ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ ആൾക്കാർ ചോദിച്ചു, ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു കാര്യം സോഷ്യൽ മീഡിയ വിചാരണ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് ഇറങ്ങി പോന്നടാടാ എന്ന് പറഞ്ഞിട്ട് റൂട്ട് മാറി സഞ്ചരിച്ച ആൾ എന്ന് ആക്ഷേപിച്ച ആ ആളുടെ ഖബറിങ്കൽ ഭവ്യതയോടുകൂടി പോയിട്ട് അവിടെ നിന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പല ആളുകളും ചോദിച്ചിരുന്നു. നമ്മൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ പല ആളുകളും ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി ഒരാൾ ആളെ പേരൊന്നും ഇപ്പോൾ നമ്മൾ പറയണ്ടല്ലോ. അതിന് മറുപടി ആയിട്ട് പറഞ്ഞെന്താണ്? ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിങ്ങ പോയിട്ട് സിയാറത്ത് ചെയ്തില്ലേ? ഇന്നീല അത്തബറകു ബി ഖബരി അബി ഹനീഫത്ത. ഞാൻ അബൂ ഹനീഫ ഇമാമിൻ്റെ, അബൂ ഹനീഫ ഇമാം എന്ന് പറഞ്ഞാൽ എന്നാ വഫാത്താണിത്? ഷാഫി ഇമാം ജനിക്കണത് ഹിജറ 150-ലാണല്ലേ? ഷാഫി ഇമാം ഹിജറ ജനിക്കണത് 100. ആ വർഷത്തിൽ തന്നെയാണ് അബൂ ഹനീഫ ഇമാം മരിച്ചും പോയിട്ടുണ്ട്. അപ്പോൾ അബൂ ഹനീഫ ഇമാമിന് ഷാഫി ഇമാം കണ്ടിട്ടല്ല. പക്ഷേ ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിങ്ങൾ പോയിട്ട് ബർക്കത്തെടുക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ പോയിട്ട് ബർക്കത്തെടുക്കും. എന്നിട്ട് അധികം താമസിയാതെ തന്നെ ഷാഫി ഇമാമിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്ന് ഷാഫി ഇമാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കുനൂത്ത് ഓതല്ലേ? ഷാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും തമ്മിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. സുബ്ഹിക്ക് കുനൂത്ത് സുന്നത്തുണ്ടോ? ഷാഫി ഇമാം പറയുന്ന സുന്നത്തുണ്ട്, അബൂ ഹനീഫ ഇമാം പറയുന്ന സുന്നത്തില്ല. അപ്പൊ വീക്ഷണ വ്യത്യാസം വന്നില്ലേ? വീക്ഷണ വ്യത്യാസം വന്നാലും സിയാർത്ത് എന്താ ചെയ്തൂടെ? ഷാഫി ഇമാം സിയാർത്ത് ചെയ്തില്ലേ എന്നാണ് ചോദ്യം. അത് നല്ല ചോദ്യം. അതെന്ത് ചോദ്യം? ഇറങ്ങി പോകുന്നതാണിത്. ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാമിനോട് പറയാടാ ഞാൻ ഇറങ്ങിപ്പോന്നതാണടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ സിയാർത്തിനല്ലോ. എന്ത് വർത്താനാണ്? അല്ലേ പുറത്താക്കിയത്? കുനൂത്തിൽ അഭിപ്രായ വ്യത്യാസം പോലെയാണോ അപ്പോൾ അത്? അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ സദസ്സിൽ നിന്ന് മുഅ്തസിലികളെ പുറത്താക്കി. അകന്നുപോയി, വിട്ടുപോയി.
ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയ ആൾ പിന്നെ ഒന്ന് സിയാർത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വാസിൽ ഇബ്നു അത്താവ് പിന്നെ വന്നിട്ട് സിയാർത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വേറെയാണ് അർത്ഥം. അപ്പം കർമ്മശാസ്ത്രപരമായ ഭിന്നിപ്പും എന്നിട്ട് പിന്നെ അവർ തമ്മിലുള്ള ബഹുമാനവും ഈ പറഞ്ഞതും തമ്മിൽ ഒരുപോലെയാണോ? ഇവിടെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന്, സമസ്തയുടെ രൂപീകരണ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തുപോയത്. ആരോപിക്കപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ അവിടുത്തെ മഖാമിൽ വന്നിട്ടാണ് സിയാറത്ത് ചെയ്യുന്നത്. അതെങ്ങനെ? ഷാഫി ഇമാമിന്റെ കുനൂത്തിന്റെ മസലയും അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്ങ പോയിട്ട് സിയാറത്തും അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പോൾ ഇവിടെ 100-ാം വാർഷികന്റെ വിഷയത്തിലേക്ക് ചുരുക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2006 അതിന്റെ 100-ാം വാർഷികം പ്രഖ്യാപിച്ചു. എന്നാ പ്രഖ്യാപിച്ചത്? 2016 പ്രഖ്യാപിക്കുന്നത്, 90-ാം വാർഷിക ഘട്ടത്തിൽ. ആരാണ് പ്രഖ്യാപിക്കുന്നത്? മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. എവിടെ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത്? ആലപ്പുഴയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ആരെ മുമ്പിലാണ് പ്രഖ്യാപിക്കുന്നത്? കേരളം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ലക്ഷോപലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലക്ഷോപലക്ഷങ്ങളുടെ തക്ബീറിന്റെ അഭിവാദ്യങ്ങളോടുകൂടി പ്രഖ്യാപിച്ചതാണ് 100-ാം വാർഷികം. അല്ലാതെ ആരെങ്കിലും ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ബദലായി പ്രഖ്യാപിക്കുന്നതല്ല. അത് ഇതിന്റെ സ്വഭാവമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫറോക്കിൽ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ, അതിന്റെ 6-ാം സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഡർ വരികയാണ്. അതിന് കാരണം കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഇവിടെ ഞങ്ങൾ നിയമാനുസൃതം പ്രവർത്തിക്കുന്നു എന്ന് വഹാബികൾ അവിടെ കേസ് കൊടുത്തു. ഈ സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന്റെ തകർച്ചയ്ക്ക് വേണ്ടി. അപ്പോഴാണ് വിശദീകരണം കൊടുത്തത്, ഇതിന് കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, അതുകൊണ്ട് അത് വേറെയാണ് ഇത് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം കൊടുത്തു. അതോടുകൂടി വഹാബികളുടെ ആ കുതന്ത്രം പൊളിഞ്ഞു. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിന്റെ അതിന്റെ രൂപീകരണം വളരെ പ്രധാനം. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം ഇവിടെ അത് ആ രൂപീകരണത്തിന്റെ പശ്ചാത്തലം അതെങ്ങനെ വന്നതാണ്? മശായിഖന്മാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന്, സാദാത്യങ്ങളിൽ നിന്നുള്ള ഇതിന് വേണം. ആ ഇതിനാൽ രൂപീകരിക്കപ്പെട്ടതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മറ്റേതോ 100-ാം വാർഷികം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ പ്രഖ്യാപിച്ചു. 100-ാം വാർഷിക പ്രഖ്യാപനം കാസർഗോഡ് വെച്ച് നടത്തിയ ആളുകൾ, അവർ രൂപീകരിച്ച സംഘടനയുടെ ഇതിന് എവിടുന്ന് ലഭിച്ചതാണ്? അതിന് സമ്മതമുണ്ടോ? അതിന് മശായിഖന്മാരുടെ അനുവാദമുണ്ടോ? അന്ന് കേരളം ദുആഇന് ഇജാബത്ത് കിട്ടുന്ന മഹാൻ എന്ന് ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളാൽ പോലും അംഗീകരിക്കപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും ലോകത്തിന്റെ പണ്ഡിതൻ എന്ന് അറബ് ലോകം പോലും വിശേഷിപ്പിച്ച മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുള്ള കാലം, ഇപ്പൊ അവർ പറയുന്നത് അവരുള്ള കാലത്ത് അവരെ ധിക്കരിച്ചുകൊണ്ട്, അപ്പൊ ധിക്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നൊരു സംഘടന. ഒന്ന് മശായിഖന്മാരുടെ ഇതിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വഹാബികളുമായിട്ട് കലഹിച്ചിറങ്ങി അവരെ പ്രതിരോധിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടന. അപ്പൊ അത് ശരിയായ പശ്ചാത്തലം അതിനുണ്ട്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ. എന്താ അവ്വലി യൗം എന്ന് പറഞ്ഞാൽ? അതിന്റെ പ്രഥമ രൂപീകരണ വേളയിൽ തന്നെ അവ്വലി യൗം പ്രധാനമായിരിക്കണം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, സൽമാനുൽ ഫാരിസി വിദേശത്ത് പോയിട്ട് പിന്നെ മടങ്ങി വരിക. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. അർളാക ലില്ലാഹി അബ്ദാ, അല്ലാഹുവിന് വേണ്ടി ഞാൻ താങ്കളെ തൃപ്തിപ്പെടുന്നു, താങ്കൾ ഒരു അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണെന്ന നിലക്ക്. അങ്ങനെ കൂടിയാലോചനകൾ നടന്നു, ഒരു വിവാഹം നടന്നു. കിന്ദ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി വിവാഹം കഴിച്ചു. അങ്ങനെ രാത്രിയിൽ വീട്ടു കൂടാൻ വേണ്ടി ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ വീടൊക്കെ വളരെയധികം അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, ഇതെന്താ കഅബാലയമാണോ ഇങ്ങനെ അലങ്കരിക്കുക? കഅബാലയം അവിടുന്ന് മക്കത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണോ എന്നൊക്കെ സൽമാനുൽ ഫാരിസി ചോദിക്കുന്നുണ്ട്.
ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സൽമാനുൽ ഫാരിസി തൻ്റെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ആ തുത്തിയനി ഔ തഴ്സീൻ, നീ എനിക്ക് വഴിപ്പെടുകയാണോ അതോ എതിര് നിൽക്കുകയാണോ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, ബൽ ഉത്തിയുക ഫീമാശീർ, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഞാൻ വഴിപ്പെടും. ആ സമയത്ത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി അവരുടെ വൈവാഹിക ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷമാണ്. ആദ്യ നിമിഷം അത് വളരെ കൃത്യമായിരിക്കണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്ന ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ഇദാ ദഖല അഹദുനാ ബി അഹ്ലിഹി അൻ യഖൂമ ഫയുസല്ലി. ആദ്യമായിട്ട് ഭാര്യയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രിയിൽ അവർ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അപ്പോൾ ഭർത്താവ് ഇമാമായിട്ട് നിൽക്കുക. വയഉമുറുഹാ അൻ തുസല്ലിയ ഖൽഫഹു, ഭർത്താവ് ഇമാമായി നിൽക്കട്ടെ, ഭാര്യ മഅ്മൂമായി നിൽക്കട്ടെ. വയദ്ഉവാ വതുഅമ്മിന, നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. ആര് ദുആർക്കുക? ഇമാം ദുആർക്കുക, മൗമൂമായ ഈ പെണ്ണ് ആമീൻ ചൊല്ലുകയും ചെയ്യുക. ഇത് റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചതാണെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇമാം തബറാനി റിപ്പോർട്ട് ഹദീസിൽ കാണാം. അപ്പോൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക്, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയ്ക്ക് വല്ല തെളിവും ഉണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് ഈ തെളിവ് പറഞ്ഞോളുന്നില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് സൽമാനുൽ ഫാരിസി പറയാം. എന്താണ്? ഇമാമ് നിന്ന ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ മഅ്മൂമായ ഭാര്യ ആമീൻ ചൊല്ലുക. അപ്പോൾ മിൻ അവ്വലി യൗമ കൃത്യമായിരിക്കണം. അവ്വലി യൗമ കൊളായിട്ട് പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അത് അനർത്ഥമാണ്, അതിന് ബർക്കത്തുണ്ടാവില്ല, അത് സുതാര്യമല്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, 89 ശേഷം ഇവിടെ രൂപീകരിക്കപ്പെട്ട 100ാം വാർഷികത്തിൻ്റെ അവകാശി ആര് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു വിഷയാവതരണത്തിൽ പറയേണ്ട ഒരു വിഷയമൊന്നുമല്ല. കാരണം ഇവിടെ മുതവാത്തിറായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും, ഏത് അന്യമതസ്ഥനും, ഏത് നിയമപാലകർക്കും, ഏത് നിയമവിശാരദന്മാർക്കും, രാഷ്ട്രീയക്കാർക്കും, പൊതുജനങ്ങൾക്കും, ബഹുസമൂഹത്തിനും എല്ലാവർക്കും ഒരുപോലെ അറിയാം ഏതാണ് ഇതിൻ്റെ മറുപടി എന്നുള്ളത്. അതിനൊരു വിഷയാവതരണത്തിൻ്റെ ആവശ്യമില്ല. അത് കൃത്യമാണ്. അതിവിടെ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അവരുടെ മരണം വരെ നിലനിർത്തി പോകുന്ന സമസ്ത, അതിനുശേഷം ചെറുശ്ശേരി ഉസ്താദും പിന്നീട് ആലിക്കുട്ടി ഉസ്താദും മുഖ്യ കാര്യദർശികളായിട്ട് കൈമാറിപ്പോന്ന ഈ സമസ്ത, അത് തന്നെയാണ് അതിൻ്റെ അവകാശികൾ എന്നുള്ളതിൽ ആർക്കാ തർക്കമുള്ളത്? ആർക്കാണ് അതിൻ്റെ സംശയമുള്ളത്? സംശയമില്ലാത്തൊരു വിഷയമാണ്. അതൊരിക്കലും തന്നെ സംശയമുള്ള വിഷയമല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ചെറിയ ഒരു രേഖ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഒരു ഐഡന്റിറ്റി കാർഡ്. കേരള മുസ്ലിം ജമാഅത്ത്, ഇത് ഫേസ്ബുക്കിലോ മറ്റോ കണ്ടതാണ്. കേരള മുസ്ലിം ജമാഅത്ത് എന്നതിൻ്റെ, കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ 100ാം വാർഷികം പ്രഖ്യാപിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ ബഹുജന സംഘടനയാണെന്ന് പറയുന്ന സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഈ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പർഷിപ്പിൽ, ഈ മെമ്പർഷിപ്പിൻ്റെ ഉടമ താഴെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ പിന്തുടരുക. അതേതാണ്? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ, അതേതാണ്? അതിൻ്റെ ആശയാദർശങ്ങൾ പിന്തുടരുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണോ? വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ അബ്ദുൽ ബാരി ഉസ്താദും ഇങ്ങനെയുള്ള അഹമ്മദ് കോയ ശാലിയാത്തിയും റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹും അവരുടെ ആശീർവാദത്തോടെയും അവരുടെ നേതൃത്വത്തോടെയും സ്ഥാപിതമായ ഈ മഹാസംഘടനയുടെ പേര് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണോ? അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. ആ സംഘടന ഇപ്പോൾ ആരാണ് നടത്തുന്നത്? അതിന്റെ രജിസ്ട്രേഷൻ ആരാണ് നിർവഹിക്കുന്നത്? വർഷാവർഷം ഇത് രജിസ്റ്റർ ചെയ്യണമല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കാന്ന് പറയുമ്പോൾ അത് വർഷാവർഷം ആ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ പുറത്തുവിടാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? രജിസ്റ്റർ ഓഫീസിൽ മറ്റൊരു സംഘടന, ജനങ്ങളുടെ മുമ്പിൽ വേറൊരു സംഘടന. ഇതിന്റെ പേരെന്താണ്?
ഇതിൻ്റെ പേരെന്താ? ഇത് മുനാഫിക്കീങ്ങളുടെ ലക്ഷണമല്ലേ? കപടവിശ്വാസികളുടെ അടയാളമല്ലേ? കപടവിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? അവർ ഖാലു ആമന്ന, നബിയുടെയും സഹാബത്തിന്റെ അരികിൽ വരുമ്പോൾ അവർ പറയും ഖാലു ആമന്ന വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅക്കും. അവർ അവരുടെ പിശാചുക്കളിലേക്ക് ആളൊഴിഞ്ഞു കൊണ്ട് ചെന്നാൽ അപ്പൊ പറഞ്ഞ ഖാലു ഇന്നാ മഅക്കും എന്ന് പറയും. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100ാം വാർഷിക പ്രഖ്യാപനം എന്നുള്ള പ്രഖ്യാപനം തന്നെ കാപട്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഒരു സയ്യിദിനെയും കുറ്റം പറഞ്ഞില്ല, ഒരാളെയും ആക്ഷേപിച്ചില്ല, ഒരാളെയും വിമർശിച്ചില്ല. കണ്ടില്ലേ അവിടെ പ്രസംഗിച്ചത്? കണ്ടില്ലേ, കേട്ടില്ലേ? ആ പ്രഖ്യാപനം തന്നെ നിഫാഖാണ്. പിന്നെ അവിടെ എന്ത് പ്രസംഗിക്കണത്? അതുകൊണ്ട് അത് തെറ്റായ ആ അവകാശവാദം അതൊന്നും വിശദീകരിക്കാതെ തന്നെ മാലോകർക്കറിയാം.